ഹായ് ഹലോ വെൽക്കം ടു യുവർ ചാനൽ ലെറ്റ്സ് വ്ളോഗ്സ്. അപ്പോൾ ഇത് രാവിലെ തന്നെ നല്ല തെളിഞ്ഞൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ. മഴയൊക്കെ മാറിയിട്ട് അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. രാവിലെ തന്നെ നല്ല വെയിലുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ, അതിൻ്റെ പണിയിലോട്ടൊക്കെ പോയി. അപ്പോൾ ദോശയും വടയും ഇതൊക്കെയായിരുന്നു കേട്ടോ രാവിലെ ഉണ്ടായിരുന്നത്. അപ്പം ഇത് കഴിഞ്ഞിട്ട് പിന്നെ വേഗം തന്നെ, അപ്പോൾ ഏകദേശം ടൈം ലേറ്റ് ആയതുകൊണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് പിന്നെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനൊക്കെ നോക്കി. അപ്പോൾ അതിന് നമ്മൾ തക്കാളി ചാറ് പോലെ വെക്കുകയും പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഉപ്പേരി ഉണ്ടാക്കി. അങ്ങനെ വലിയ കറികളൊന്നുമില്ല, തട്ടിക്കൂട്ടി രീതിയിലായിരുന്നു കേട്ടോ ഇന്നത്തെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ താളിച്ച രീതിയിൽ തന്നെ ഞാൻ വേഗം തന്നെ ഉരുളക്കിഴങ്ങ് ഉപ്പേരിക്കുള്ള അരിഞ്ഞ് വെച്ചിട്ട് അതുണ്ടാക്കി. പിന്നെ ഇതായിരുന്നു ലഞ്ച്. നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉപ്പേരിയും മുട്ട പൊരിച്ചതും തക്കാളിച്ചാറൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഓണമൊക്കെ ആയതുകൊണ്ട് തന്നെ ഇന്ന് മൊത്തം പർച്ചേസിങ് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഏട്ടൻ വന്നിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോകാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ട് ഒരു ഈവനിങ് ഒക്കെ ആവുന്ന സമയത്ത് ഇവിടെ നിന്ന് ഇറങ്ങിട്ടോ. കാരണം ഞങ്ങൾ കുറച്ച് ദൂരേക്ക് പോകാനാണ് വിചാരിച്ചത്, കോങ്ങാട് ആ ഭാഗത്തൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മംഗലാംകുന്നാണ്. അപ്പോൾ ഇതാണ്ടോ പോകുന്ന സമയത്തുള്ള ആ ഒരു ഇതാണ്ടോ നമ്മുടെ പാലക്കാടായതുകൊണ്ട് തന്നെ എവിടെയായാലും ഭംഗിയാണല്ലോ. അപ്പോൾ ഈ ഒരു സ്പോട്ട് കടമ്പഴിപ്പുറം എന്ന് പറയാം കേട്ടോ. അത് ആ കാണുന്നൊരു മന, അത് ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു മനയാണ് കേട്ടോ അത്. ഇപ്പോൾ നമ്മളെ ബോട്ട് കടമ്പഴിപ്പുറത്താണ് കേട്ടോ. ഇതൊരു ടൗൺ ആണ്, ഇവിടുത്തെ ഒരു ഫേമസ് ടൗൺ ആണ് കടമ്പഴിപ്പുറം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കടമ്പഴിപ്പുറം കഴിഞ്ഞ് കോങ്ങാടുണ്ട്. അവിടെ ഇങ്ങനെ വെജിറ്റബിൾസൊക്കെ അവിടെ തന്നെ കൃഷി ചെയ്ത് വിൽക്കുമെന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോയി വാങ്ങാന്നുള്ള രീതിയിലാണ് നമ്മൾ കോങ്ങാടേക്ക് പോയത്. അപ്പോൾ ഓണമൊക്കെ തന്നെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു റോഡിൽ. ഇതാണ് കോങ്ങാട് ടൗൺ. അപ്പോൾ നമ്മളിപ്പോൾ കോങ്ങാട് എത്തി. അപ്പോൾ ആ ഒരു ഈവനിങ് ടൈമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു മാർക്കറ്റിലേക്ക് പോവാണ് കേട്ടോ. ഒരു വെജിറ്റബിൾ മാർക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൈതാനത്ത് കുറേ വെജിറ്റബിൾസും പൂക്കളും അങ്ങനെ കുറേ പച്ചക്കറി അങ്ങനത്തെ ഐറ്റംസ് ആയിരുന്നു കേട്ടോ ഇവിടെ കൂടുതലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളൊക്കെ ഇവിടെ നിന്ന് വാങ്ങാം. അങ്ങനെ ഞങ്ങൾ ഓണത്തിനേക്കുള്ള എല്ലാ പച്ചക്കറികളും ഈ ഒരു കോങ്ങാട് മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ കുറേ കൂട്ടങ്ങളുണ്ടായിരുന്നു വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ലിസ്റ്റൊക്കെ നോക്കി വെച്ചിട്ട് ഇങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ നോക്കി സെലക്ട് ചെയ്തൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കച്ചവടക്കാരുണ്ട് കേട്ടോ വെജിറ്റബിൾസിൻ്റെ കൂടെ തന്നെ ഇവിടെ. അപ്പം ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. കാരണം എന്ന് വെച്ചാൽ നല്ല കാണുമ്പോൾ നല്ല ഫ്രഷ് പച്ചക്കറി പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ലിസ്റ്റ് നോക്കി വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു പൂക്കച്ചവടച്ചേട്ടൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾ പൂവും കൂടെ ഓൾറെഡി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ വേറെ കുറേ ഗുഡ്സ് ഐറ്റംസൊക്കെ വാങ്ങിക്കാം. ചോയ്സ് സൂപ്പർ മാർക്കറ്റിലാണ് പോയത്. ഇത് വന്നിട്ട് കടമ്പഴിപ്പുറത്താണ് കേട്ടോ. നമ്മൾ നേരത്തെ പോയത് കോങ്ങാട്. അപ്പോൾ അവിടെ നിന്ന് കുറേ ഇങ്ങോട്ടേക്ക് വരണം കടമ്പഴിപ്പുറത്തേക്ക്. ഇത് അത്യാവശ്യം വലിയ ടൗൺ ആണ് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് ഇവിടെയാണ് വരുന്നത് കേട്ടോ, ചോയ്സിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ സമയത്ത് ആ ക്വാളിറ്റിയുടെയൊക്കെ പ്രൊഡക്റ്റിൻ്റെ ഒരുപാട് ഓഫറും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ ബൈ 1 get 1 അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓണായതിൻ്റെ കുറേ ഗുഡ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്തത്. അപ്പോൾ അത്യാവശ്യം കുറേ സാധനങ്ങളൊക്കെ വാങ്ങി ഇങ്ങനെ ബില്ലിങ്ങിനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഓരോന്നും എടുത്ത് കഴിയുമ്പോഴാട്ടോ അടുത്തെന്താണ് ഇങ്ങനെ ഓർക്കുന്നത്. അങ്ങനെ പർച്ചേസൊക്കെ കഴിഞ്ഞു. പിന്നെ അവിടെ ബില്ല് പേ ചെയ്യാനുള്ള തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് എടുക്കണം കേട്ടോ, ഓരോ സാധനങ്ങൾ ഇങ്ങനെ കണ്ണിലെടുക്കണേ. അപ്പോൾ അത് വാങ്ങാനുള്ള ഇതിലായിരുന്നു. പിന്നെ കൂടുതൽ ഇവിടെ കോസ്മെറ്റിക് പ്രൊഡക്ട്സും ഉണ്ടായിരുന്നു അഫോർഡബിൾ ആയ രീതിയിൽ. അപ്പോൾ നല്ലൊരു സർവീസായിരുന്നു കേട്ടോ ഈ ചോയ്സ് സൂപ്പർ മാർക്കറ്റിൽ. അപ്പോൾ നമ്മൾ ഇത്ര സാധനങ്ങളാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം അവർ ആ ഒരു ബില്ലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആ ഏട്ടൻ തന്നെ നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി നമ്മളെ വണ്ടിയിൽ വെച്ച് തന്നു. അപ്പോഴേക്കും ഇപ്പോൾ നമ്മൾ ആ ഒരു ഈവനിങ് ടൈമിൽ ഇറങ്ങിയിട്ട് നൂൺ കഴിഞ്ഞപ്പോൾ ഇറങ്ങിയതാട്ടോ. ഇപ്പോൾ നല്ല ഇരുട്ടായിട്ടുണ്ട് രാത്രി. കാരണം നമ്മൾ അത്രയും നേരം, കാരണം അവിടെ നിന്ന് ദൂരം ഉണ്ടല്ലോ, കടമ്പഴിപ്പുറത്തേക്കും കോങ്ങാടേക്കും ദൂരം ഉള്ളതുകൊണ്ട് നമ്മൾ വന്നപ്പോൾ നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ വീണ്ടും പോവാണ് കേട്ടോ. അപ്പം അതിന് വന്നിടയ്ക്ക് നമ്മൾ വീണ്ടും കടമ്പഴിപ്പുറത്ത് നിന്ന് ചിക്കൻ കൂടെ വാങ്ങി. കാരണം പിന്നെ ഉത്രാടമൊക്കെ തുടങ്ങിയാൽ നമുക്ക് നോണൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതാണ് കടമ്പഴിപ്പുറം. അത്യാവശ്യം നൈറ്റും ഇവിടെ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അതെല്ലാം വാങ്ങിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ ചേച്ചിയുടെ വീടാണ് ഇവിടെ നമ്മൾ എത്തി. അപ്പോൾ നമ്മൾ ഇവിടെ ചേച്ചിയുടെ കുട്ടികളുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞാവിൻ്റെ അച്ഛനെ ഇവിടെ നിന്ന് വിളിക്കുകയാണ്, ഫോൺ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അവർ പുറത്തേക്ക് വരും കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഒരാൾ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ ദേ ഓടി വരുന്നുണ്ട് രണ്ടുപേരും കൂടെ. അപ്പോൾ നമ്മൾ കയറുന്നില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി നല്ല ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കയറി കഴിഞ്ഞാൽ പിന്നെ ലേറ്റ് ആവും. ഇപ്പോൾ ഏകദേശം ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടെ വന്ന് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഗേറ്റ് തുറക്കാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ അതൊരു ടാസ്ക് ആയിരുന്നു. ഇപ്പോൾ തുറന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പം കുറച്ച് നേരം അവരോട് ടൈം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ
പിന്നെ നമ്മൾ വേഗം തന്നെ ആ ചിക്കൻ കൊണ്ടുവന്ന് ഇൻസ്റ്റൻ്റായിട്ട് കുക്ക് ചെയ്ത് ഫുഡ് കഴിച്ചിട്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.